അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ചെറിയ ദ്വാരമുള്ള പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചതുപോലെയാണ് നമ്മൾ ആയുസ് എന്ന് പറയുന്നത്. അത് നമ്മളറിയാതെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം നോക്കുമ്പോൾ അതിങ്ങനെ കാലിയായിട്ട് കാണാൻ കഴിയും. നമ്മുടെ ഓരോ മിനിറ്റിലും തീർന്നു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആയുസ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ തീർന്നു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആയുസ് അത് പരമാവധി നന്മകൾക്കായി ഉപയോഗപ്പെടുത്തുക. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് നമ്മളിലേക്ക് മരണം വന്നെത്തുന്നത്. നമ്മുടെ പരിചയത്തിലുള്ള പലരുടെയും മരണത്തെക്കുറിച്ച് ഓർത്താൽ നമുക്കത് മനസ്സിലാവും. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അല്ലെ, ഒരവശതയിലുള്ള രോഗമോ ഒന്നും ഇല്ലാതെ പെട്ടെന്നാണ് നമ്മൾ മരണ വാർത്ത കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രൂപത്തിൽ മലക്കുൽ മൗത്തിനെ കാണാനുള്ള അമലുകളിൽ നമ്മുടെ സമയത്തെ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ജീവിതം മോശമായാൽ മരണസന്ദർഭത്തിലെ അനുഭവവും വളരെ മോശമായിരിക്കും. ഈ ദുനിയാവിൻ്റെ പച്ചപ്പിൽ നമ്മൾ ഒരിക്കലും വഞ്ചിതരായി പോകാൻ പാടില്ല. ഒരു ദിവസം ഈ സ്ഥലം വിട്ട് നമ്മൾ പോകണം എന്നുള്ളത് അത് നമ്മളെ മേൽ എന്തായാലും നിർബന്ധമായ ഒരു കാര്യമാണ് അല്ലേ? ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പാപങ്ങൾ കൊണ്ട് പരലോക ജീവിതം നമ്മൾ ഒരിക്കലും നശിപ്പിക്കരുത്. നമ്മളെ ശാശ്വത ജീവിതം പരലോകത്താണല്ലോ അല്ലെ? നല്ല നല്ല ഭക്ഷണങ്ങൾ ശരീരത്തിന് നല്ല ഉന്മേഷം നൽകുന്നത് പോലെ നല്ല നന്മ നിറഞ്ഞ നല്ല ചിന്തകളും നല്ല പ്രവർത്തനങ്ങളും നമ്മളെ ഈമാനിനെയും ഉന്മേഷമുള്ളതാക്കും. ഇൻഷാ അല്ലാഹ് ഒരുപാട് അമൽ സ്വാലിഹാത്തുകൾ ചെയ്ത് നല്ല മരണം പുൽകാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ.